തിരുവനന്തപുരം ജില്ലയിലെ സെൻറ്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി. എൻ്റെ പേര് വിഷ്ണു. ഇത് എൻ്റെ കൂടെയുള്ള പ്രോജക്റ്റിന് കൂടെ ചെയ്യുന്ന കുട്ടിയാണ്. എൻ്റെ പേര് അരഞ്ജിത്ത്, 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ബിവേറിയ ബാസിയാന എന്നൊരു ഫംഗസിനെ എങ്ങനെ ഒരു ജൈവിക കീടനിയന്ത്രണ ഉപാധിയായി ഉപയോഗിക്കാം, അവ ജൈവരാസ കീടനാശിനികളേക്കാൾ എന്തൊക്കെയാണ് മേന്മകൾ, ഇതൊക്കെ കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ഈ പ്രോജക്റ്റ് ഞങ്ങൾ ചെയ്യുന്നത്. ഇതിനു വേണ്ടി ഞങ്ങൾ ഇത് ബിവേറിയ ബാസിയാനയുടെ ഒരു സ്പോറാണ്. ഇതിനെ ഞങ്ങൾ കാർഷിക കോളേജിൽ നിന്ന് ശേഖരിച്ച് തുടർന്ന് വെണ്ട, കത്തിരി, മുളക് എന്നീ 3 സസ്യങ്ങളെ 80 ചട്ടികളിലായിട്ട് വളർത്തി 4 ഗ്രൂപ്പുകളിലാക്കി തിരിച്ചു. അതിൽ ഒരു ഗ്രൂപ്പിൽ ബിവേറിയ ബാസിയാന കീടനാശിനി, മറ്റൊരു ഗ്രൂപ്പിൽ രാസ കീടനാശിനി, മറ്റൊരു ഗ്രൂപ്പിൽ ജൈവ കീടനാശിനിയാണ് തളിച്ചത്. ഒരു ഗ്രൂപ്പിൽ കീടനാശിനി പ്രയോഗം നടത്താതെയും പരീക്ഷണം നടത്തി. ഇതിൻ്റെ ഫലമായിട്ട് രാസ ജൈവ കീടനാശിനികൾ തളിച്ച സസ്യങ്ങളേക്കാൾ കൂടുതലായിട്ട് വളർച്ചയും ഫലം ഉൽപ്പാദനവും പിന്നെ കീടങ്ങളുടെ ആക്രമണം ഇവ രാസജൈവ കീടനാശിനികൾ തളിച്ചതിനെ അപേക്ഷിച്ച് കുറവാണ്. കൂടാതെ ഇത് ഈ ബിവേറിയ ബാസിയാനയുടെ ഫംഗസ് ഏതെങ്കിലും ഒരു കീടത്തിൻ്റെ ശരീരത്തിന് പുറത്ത് വീണു കഴിഞ്ഞാൽ ആ കീടത്തിൻ്റെ ഇത് പുറന്തോടായ ക്യൂട്ടിക്കിളിനെ തുളച്ചുകൊണ്ട് ഹൈഫ എന്ന വേര് പോലുള്ള ഒരു ഭാഗം അകത്തേക്ക് കടത്തിവിടുന്നു. ഈ ഹൈഫ വഴി ചില പ്രോട്ടീൻസ് ഈ ഹൈഫ വഴി പ്രോട്ടീൻസിനെ ആഗിരണം ചെയ്യുകയും അതിനോടൊപ്പം ചില ടോക്സിനുകൾ കീടത്തിൻ്റെ ശരീരത്തിനകത്തേക്ക് കടത്തിവിടുന്നു. ക്രമേണ ഈ ജീവി നശിക്കുകയും ചെയ്യുന്നു. തുടർന്ന് ഇവ ഈ സ്കൂളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ പ്രോജക്റ്റ് ഫലപ്രദമായതിനു ശേഷം ഞങ്ങളുടെ സ്കൂളിനടുത്തുള്ള കൃഷിയിടങ്ങളിലും പിന്നെ അവിടെ സ്കൂളിലുള്ള നെൽകൃഷി പാടങ്ങളിൽ തളിച്ചിരുന്നു. ഇതിൻ്റെയൊക്കെ ചിത്രങ്ങളാണ് ഇതാ കാണുന്നത്. തുടർന്ന് ഇപ്പോൾ വ്യാപകമാക്കുന്നതിന് വേണ്ടി ഞങ്ങൾ കർഷകരുടെ ഇടയിൽ പോയിരുന്നു. അവർക്ക് ലഘുലേഖകൾ വിതരണം ചെയ്തു. പിന്നെ അഗ്രികൾച്ചറൽ ആനിമേറ്റേഴ്സിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങളൊരു ബോധവൽക്കരണ ക്ലാസ് നടത്തിയിരുന്നു. തുടർന്ന് ഇവ കർഷകർക്ക് എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കുക എന്ന് കണ്ടെത്തുകയാണ് ഞങ്ങളുടെ ലക്ഷ്യമായിരുന്നത്. ഇത് കണ്ടെത്തുന്നതിന് വേണ്ടി ഞങ്ങൾ ഈ കൃഷി ഓഫീസറുമായി സംസാരിച്ച് പുതിയൊരു രീതി, ഇത് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള പുതിയ രീതി കണ്ടെത്തി. കൂടാതെ ഇത് ഒരു കീടനാശിനിയായി വികസിപ്പിക്കുന്നതിൻ്റെ പ്രധാന മേന്മകളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിവേറിയ ബാസിയാന കീടനാശിനിക്ക് പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കാൻ കഴിയില്ല. കൂടാതെ മനുഷ്യരുടെ ശരീരത്തിൽ ഇവയ്ക്ക് രോഗങ്ങൾ ഉണ്ടാക്കാനുള്ള ശേഷിയില്ല. ഇവ കൂടാതെ ഈ ഫംഗസുകൾ എന്നാൽ ഉൽപ്പാദനത്തിന് താരതമ്യേന ചിലവ് കുറവുള്ളതാണ്. അതിനാൽ ഇവയെ കുറഞ്ഞ ചിലവിൽ ഗവൺമെൻറ്റിന് നിർമ്മിച്ച് കർഷകർക്ക് ലഭ്യമാക്കാൻ കഴിയും. പിന്നെ ഇത് ഏതെങ്കിലും ഒരു സസ്യത്തിൽ തളിച്ചു കഴിഞ്ഞാൽ കുറേ കാലത്തേക്ക് ഇതിൻ്റെ പ്രവർത്തനം നിലനിൽക്കുന്നു എന്നതിനാൽ വീണ്ടും തളിക്കേണ്ടതായി വരുന്നില്ല. ഇത് ഇന്ന് കാർഷിക മേഖല നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളായ കീടങ്ങളുടെ ആധിക്യം, മലിനീകരണം തുടങ്ങിയവയ്ക്ക് ഒരു പരിഹാരമായി നമുക്ക് ഈ ജൈവിക കീടനാശിനി ഉപയോഗിക്കാമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്.